ഇന്നലത്തെ കോണ്ടെക്സ്റ്റിലാണോ ഡൗട്ട്? ഇന്നലെ ഒരു 5 പറഞ്ഞല്ലേ? ഓക്കെ. ഞാൻ അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ, പക്ഷെ മറ്റേ സെല്ല് മാത്രമേ ഞാൻ ശ്രദ്ധിച്ചുള്ളൂ. അതങ്ങനെയാണ് ബ്രോ, എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷെ ബ്രോ എൻ്റെ അടുത്ത് ചോദിച്ചത് ഇന്നലത്തെ കോണ്ടെക്സ്റ്റ് എഫ് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നോ എന്നാണ് ആൻസർ. വെറുതെ നോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഉണ്ടായിരുന്ന കോണ്ടെക്സ്റ്റുകളെല്ലാം ഞാൻ മെൻഷൻ ചെയ്തിട്ടത്. ഓക്കെ, അത് എന്തൊക്കെയാണെന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നോ? എനിക്ക് ചിലതൊക്കെ മനസ്സിലായി, എന്നാലും ഏറ്റവും മനസ്സിലാകാൻ മറ്റേ 80% റൂളിന്റെ 80% റൂൾ വന്നതായിട്ട് എനിക്ക് അവിടെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു മിനിറ്റ്. എനിക്ക് അത് മറ്റേ ഫോർത്ത് റൂൾ അല്ലേ? പക്ഷെ 80%ന്റെ ഫോർത്ത് റൂൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അത് അധികം ഫോക്കസ് ചെയ്യണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഓക്കെ, പക്ഷെ എന്നിരുന്നാലും നമ്മൾ പഠിച്ചിരിക്കുന്ന ടോപ്പിക്കില് ഫോർത്ത് റൂള് എന്താണ് എന്ന് അറിയണ്ടേ? അപ്പൊ അത് വരുന്ന സമയത്ത് ഞാൻ മെൻഷൻ ചെയ്ത് തന്നാൽ അത് മനസ്സിലാവുള്ളൂ. അതായത് ഫോർത്ത് റൂൾ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് അതൊരു 80% റോള് ഡേ ട്രേഡിന് നോക്കണ്ടെന്ന് ഞാൻ പറയുമ്പോ, കാരണം അത് അതിന്റെ ടാർഗറ്റ് റീച്ച് ചെയ്യാൻ ചിലപ്പോൾ അന്ന് തന്നെ റീച്ച് ചെയ്യണം നിർബന്ധമില്ല. നമുക്ക് അന്ന് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻട്രാഡേയുടെ പൊസിഷൻ നമുക്ക് ക്ലോസ് ചെയ്യണം. പക്ഷെ സ്റ്റോപ്പ് ലോസ് ഇരിക്കുന്നത് ഏറ്റവും പീക്കിലും ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോ ലാസ്റ്റ് തീരാറാകുമ്പോഴേക്കും, മാർക്കറ്റ് അവസാനിക്കാറാകുമ്പോഴേക്കും നമ്മൾ ചെറിയ ലോസിലെങ്കിലും നമ്മൾ വൈൻഡപ്പ് ചെയ്യേണ്ടി വരും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഗ്യാപ് ഡൗണോ ഗ്യാപ് അപ്പിലോ അങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ആ ടാർഗറ്റ് ഫിനിഷ് ചെയ്യും. നമുക്ക് അങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ടാണ് 80% റൂള് ഇൻട്രാഡേക്ക് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞത്. പിന്നെ ഇത്ര ഉണ്ടായിരുന്നല്ലോ. ശരി, ഇന്നത്തെ കണ്ടീഷൻസ് നോക്കിയിരുന്നോ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിഫ്റ്റിയുടെ എൻട്രി ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓപ്പോസിറ്റ് പീക്ക് വരെയാണ് നമ്മൾ ടാർഗറ്റ് വെച്ചിട്ടിരിക്കുന്നത്. ഇപ്പൊ മാർക്കറ്റ് ഈ വന്നിരിക്കുന്ന വഴിയുണ്ടോ? ഇങ്ങനെ വന്നിട്ട് ഇപ്പൊ സ്റ്റാക്ക് ഇംബാലൻസിൽ വന്നിട്ട് ഒരു റീട്രേസ്മെന്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ റീട്രേസ്മെന്റ് എടുത്ത് മാർക്കറ്റ് ഒന്നുകൂടി താഴേക്ക് പുഷ് ചെയ്തിട്ടുണ്ട്. അല്ല, ഇപ്പൊ ഈ റീട്രേസ്മെന്റ് വരുന്നതിന് മുമ്പുള്ള ഈ സ്വിംഗ് ലോ കണ്ടോ? ഇപ്പൊ ഞാൻ കർസർ വെച്ചിരിക്കുന്നത് ഈ സ്വിംഗ് ലോക്ക് താഴെ ഏതെങ്കിലും ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് വന്നാൽ, ഇവിടെ വന്നിട്ടുണ്ട് ഏത് 12 മണിയുടെ ക്യാൻഡിൽ ക്ലോസിംഗ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ മേളിൽ വെച്ചിരിക്കുന്ന എസ്എൽ നമ്മൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ബുക്ക് ചെയ്യാൻ നോക്കുക. ഓക്കെ, കാരണം ഇവൻ ഓൾറെഡി നമ്മൾ പറഞ്ഞിരിക്കുന്നു, അതായത് നമ്മുടെ എൻട്രി കയറി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നിട്ട് ഒരു സ്വിംഗ് എടുക്കും. ഈ സ്വിംഗ് എടുത്തിട്ട് വരുമ്പോ ആ സ്വിംഗ് ഉണ്ടല്ലോ, ആ സ്വിംഗിന്റെ ലോവർ എപ്പോഴാണോ ഏത് ക്യാൻഡിലാണോ ക്ലോസ് ചെയ്യുന്നത് ഇമ്മീഡിയറ്റ് നമ്മൾ ട്രെയിലിംഗ് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് റിലാക്സ് ആയിട്ട് ടാർഗറ്റ് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഫസ്റ്റ് ക്യാൻഡിൽ എന്തെങ്കിലും ഇംബാലൻസോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? UFA എന്ന് പറഞ്ഞ സംഭവം ഞാൻ പഠിപ്പിച്ചായിട്ട് ഓർക്കുന്നുണ്ടോ? അൺഫിനിഷ്ഡ് ഓപ്ഷൻസ്. ഓക്കെ, ഈ ക്യാൻഡിൽ ഫുൾ അൺഫിനിഷ്ഡ് ഓപ്ഷൻസ് അല്ല ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടം വരെയാണ് നമ്മൾ ടാർഗറ്റ് വെച്ചിട്ടിരിക്കുന്നത്. ഈ ഏരിയയിൽ എത്തുമ്പോ മാർക്കറ്റ് എന്തെങ്കിലും കാരണവശാൽ എന്താ പറയണ റിജക്ട് ചെയ്യാനോ അവിടെ നിന്ന് എന്തെങ്കിലും സിനാരിയോസ് കാണാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഞാൻ. സോ ഇവിടെ എത്തുമ്പോഴേക്ക് നമ്മൾ പിന്നെ നമ്മളെ ട്രെയിലിംഗ് നമ്മൾ എന്താ പറയണ സ്ട്രോങ് ആയിട്ട് പിടിച്ചോളണം. കാരണം എന്തെങ്കിലും രീതിയിൽ അത് ആസ് പെർ ദ ട്രേഡർ ആണ്. ട്രേഡറിന്റെ ഒരു എന്താ പറയണ ട്രേഡിൽ ഇരിക്കുന്ന ആളുടെ ഒരു മനസാന്നിധ്യമാണ് അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ഞാൻ അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യണോ അതോ എങ്ങനെയാ ഞാൻ ഫുൾ ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ അത്
അല്ല 1:1 ഞാനിവിടെ 1:2 1:3 എന്നല്ലല്ലോ ഞാൻ പഠിപ്പിക്കണത് ബ്രോ. ഓക്കെ, എനിക്കങ്ങനെ 1:2 1:3 എന്നില്ല. എനിക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഫൈനൽ ടാർഗറ്റ് അത്രേ ഉള്ളൂ. ഓക്കെ, ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞ സമയത്ത് നമ്മള് എടുത്ത ട്രേഡ് ഇനി ഒരു കാരണവശാലും ലോസിൽ പോകാൻ പാടില്ല. അപ്പൊ നല്ലൊരു സ്വിങ് വന്നിട്ട് അതിന്റെ ഒരു റീട്രേസ്മെന്റും കൂടി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഇതിനകത്ത് ഒരു ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ടെർമിനൽ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? അപ്സ്റ്റോക്സ് വെച്ചിരിക്കുകയാണോ? അന്ന് ഓപ്പൺ ചെയ്ത് എടുത്തേ. ഇവിടെ എടുത്ത് വെച്ചിരിക്കുകയാണല്ലേ. ഇത് പുട്ടല്ലേ എടുത്ത് വെച്ചിരിക്കണത്? എന്താണ് അങ്ങനെ കാണിക്കണ്ടല്ലേ? മാർക്കറ്റ് നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പണിയാണ്. ഓപ്ഷൻ അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ നമ്മൾ എൻട്രി എടുത്തു. ഇപ്പൊ ട്രെയിലിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇതിന്റെ തൊട്ട് മേളില്. ഇപ്പൊ എൻട്രി വന്നിരിക്കുന്നത് 183 183 നമ്മുടെ എൻട്രി വന്നിരിക്കുമ്പോ എന്താ പറയാ, നമ്മളൊരു ഇവിടെ 185, അതായത് ജസ്റ്റ് ബ്രോക്കറേജ് മാത്രം ബുക്ക് ചെയ്യുക. കാരണം ഇത്ര നേരമായി മാർക്കറ്റ് മൂവ് ചെയ്യുന്നില്ല മര്യാദക്ക്. അങ്ങനെ മൂവ് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോഴേക്കും എന്താ പറയാ, നമ്മള് ട്രെയിൽ ചെയ്ത് വെക്കുക. ടാർഗറ്റ് ഫുള്ള് ഫിനിഷ് ആവണമെങ്കിൽ ആവട്ടെ എന്നുള്ള രീതിയിൽ. ഇല്ല എന്താ പറയണ, ഒരു 1:2 1:1 1.5 അങ്ങനെയൊക്കെ എടുത്തിട്ട് പോകാനാണെങ്കിൽ ഇപ്പൊ എടുത്തിട്ട് പോകേണ്ട സമയം കഴിഞ്ഞു അല്ലേ? പക്ഷെ വെയിറ്റ് ചെയ്യാം ബ്രോ. മാക്സിമം എത്ര ഏൺ ചെയ്യാൻ പറ്റുമോ അത്രയും ഏൺ ചെയ്യാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. മാർക്കറ്റ് ഒരു റിവേഴ്സ് കണ്ടീഷൻസ് ഇപ്പൊ കാണിച്ചു തുടങ്ങിയേക്കണുണ്ടോ? ഇതാ ഈ ഒരു കാരണം അധികം നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടത്തില്ല മാർക്കറ്റിൽ പിന്നെ പോകുമോ ഇല്ല എന്നുള്ളത്. എടുത്ത ട്രേഡ് പിന്നെ നമ്മൾ ലൂസ് ആക്കാനും പാടില്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടി നടക്കുന്നുണ്ട്. അപ്പൊ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരുമ്പോൾ, ഇതല്ലല്ലോ നമ്മൾ നിഫ്റ്റി അല്ലേ നമ്മൾ നോക്കേണ്ടിരുന്നത്. അതും കൂടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇനി ട്രേഡിലേക്ക് ബാക്കിലേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയാണ്. കാരണം എന്താ വെച്ചാൽ മാർക്കറ്റ് കോൺഫിഡൻസ് ഇരിക്കുന്നത് പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് ട്രേഡോ കയറിയേക്കുന്നത്. അപ്പൊ ഓപ്പോസിറ്റ് ആക്ടിവിറ്റി നടക്കുമ്പോൾ ഓപ്പോസിറ്റ് ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാർ സ്ട്രോങ് ആണെങ്കിൽ അവർ വെച്ചോണ്ടിരിക്കില്ലല്ലോ ലോജിക്കലി നോക്കുമ്പോ. ഇപ്പൊ ഞാൻ ബൈ സൈഡിൽ ഇരിക്കുന്നു, ജീവൻ ഇപ്പൊ സെൽ സൈഡിൽ ഇരിക്കുകയാണ്. ഞാൻ ബൈ സൈഡിലേക്ക് മാർക്കറ്റ് കൊണ്ടുപോകുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് ജീവൻ ആക്ട് ചെയ്യുമ്പോൾ ജീവൻ അവിടെ വെച്ചോണ്ടിരിക്കില്ല. മാക്സിമം എത്രയും പെട്ടെന്ന് മാർക്കറ്റിന് താഴേക്ക് കൊണ്ടുപോയി ടാർഗറ്റ് ഫിനിഷ് ചെയ്യിപ്പിക്കാനേ ജീവൻ നോക്കുള്ളൂ ഇല്ലേ? ആ ടൈമിൽ ജീവൻ ഒന്ന് പതുങ്ങിയാന്ന് നിൽക്കുന്നെങ്കിൽ ഞാൻ എന്റെ ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്യൂലേ? അപ്പൊ ഞാൻ വീണ്ടും ബൈ സൈഡിലേക്ക് കൊണ്ടുപോകാനല്ലേ നോക്കുള്ളൂ. സോ കണ്ടീഷൻസ് കണ്ടു, നമുക്കൊരു പർട്ടിക്കുലർ നല്ലൊരു മൊമെന്റം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എടുത്ത ട്രേഡ് പിന്നെ ഒരു കാരണവശാലും ലോസിലേക്ക് പോകരുത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രെയിൽ ചെയ്യാം. അപ്പൊ ട്രെയിൽ ചെയ്യുമ്പോൾ സേഫ് ആയിട്ട് ട്രെയിൽ ചെയ്ത് വേണം നമ്മൾ വെക്കാൻ. അതാണ് ഈ പോർഷൻ നമ്മൾ കാണിച്ചേക്കുന്നത്. അപ്പൊ ഈ പോർഷൻ നമുക്ക് ഫ്യൂച്ചറിലാകുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നമുക്ക് വെച്ചിട്ടിരിക്കാൻ പറ്റും. ഓപ്ഷനിലാകുമ്പോഴേക്കും നമ്മൾ ചിലപ്പോ ഒന്ന് എന്താ പറയണ ബാക്കിലേക്ക് വെറുതെ ഒന്ന് വന്നാൽ മതിയാകും. ഓപ്ഷൻ ഇറക്ഷൻ ആണ് നമ്മൾ പ്രാക്ടിക്കലി വരുമ്പോൾ ചെയ്യേണ്ട ഒരു മെത്തേഡ്. ഇപ്പോഴും ഈ വരുന്ന ലോ ഉണ്ടല്ലോ, ഇപ്പൊ ഈ വരുന്ന ലോയിന് താഴേക്ക് മാർക്കറ്റ് ക്ലോസിംഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ട്രേഡ് സക്സസ് എന്നുള്ള കാര്യം കൺഫേം ആണ്. ഇതിന് താഴേക്ക് അതാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരു പ്രശ്നം. ഈ 735 എന്നുള്ള വാല്യൂവിന് താഴേക്ക് മാർക്കറ്റ് ക്ലോസിംഗ് വരാനുള്ള സാധ്യത കൂടി വരുന്നുണ്ട്. എന്താണെന്ന് പറയാൻ പറ്റുമോ? ഏത് താഴെയോ? അങ്ങനെയല്ല ബ്രോ, ലിമിറ്റ് ഓർഡറിന്റെ അല്ല ഞാൻ പറഞ്ഞത്. വരാനുള്ള സാധ്യത കൂടി വരുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യുമുലേറ്റീവ് ഡെൽറ്റ വന്നിരിക്കുന്ന വഴിയുണ്ടോ? കുറഞ്ഞു വരുന്നു. അതായത് ബയ്യറിന്റെ അളവ് കുറഞ്ഞു വരുന്നു. സെല്ലർ ഇതുവരെ എൻ്റർ ആയിട്ടില്ല നല്ല രീതിക്ക്. എൻ്റർ ആയി കഴിഞ്ഞാൽ അത് നേരെ മൈനസിലേക്ക് പോകും. ഓക്കെ, അപ്പൊ അതും കൂടി നമ്മൾ അവിടെ പോസിറ്റീവായിട്ട് കാണുന്നത്. യെസ് കണ്ടോ, അതെ വന്നോണ്ടിരിക്കുക, താഴോട്ടേക്ക് വന്നോണ്ടിരിക്കുക. ഇത് ക്ലോസിംഗും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ആ ട്രേഡ് സക്സസ് ആണ്. പിന്നെ
ക്ലോസിംഗ് ആവാണ്ട് ഇനി ഒരു 3 മിനിറ്റ് കൂടി ടൈം ഉണ്ട്. ORR ആണ്. അതെ, OAOR. അല്ലല്ല, OTD എന്ന് പറയാൻ പറ്റുമോ? വാല്യൂയുടെ കൺസൾട്ടേഷനും കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഇതിപ്പോ പെർഫെക്റ്റ് OAOR ആണ് ബ്രോ. കാരണം ഇന്നലെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ വാല്യൂയുടെ താഴേക്ക് ഷിഫ്റ്റ് ആയി കഴിഞ്ഞല്ലോ. അപ്പൊ ഷിഫ്റ്റ് ആയി കഴിഞ്ഞപ്പോഴേക്കും ആ കൺസൾട്ടേഷന്റെ കാര്യം കഴിഞ്ഞു. ഇനി വാല്യൂരി ഷിഫ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാല് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോകണം എന്ന് കൺഫേം ആക്കണം. അതായത് വാല്യൂരിയ കൺസൾട്ടേഷൻ എന്താണോ കണ്ടീഷൻസ്, അതാണ് നമ്മുടെ ഓപ്പണിംഗ് കോണ്ടെക്സ്റ്റ് വരുന്നത്. ആ ഓപ്പണിംഗ് കോണ്ടെക്സ്റ്റ് പ്രകാരം നമ്മൾ ട്രേഡ് എടുത്താൽ മാത്രം മതി. ഇപ്പൊ ഓപ്പണിംഗ് കോണ്ടെക്സ്റ്റിൽ നമുക്ക് OAOR ആണ്, നമുക്ക് BTEIL പിന്നെ അല്ലെങ്കിൽ FA മാത്രമേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. BTEIL കാര്യമായിട്ട് കിട്ടിയില്ല അല്ലെ? BTEIL കിട്ടിയിട്ടില്ലല്ലോ, കൺഫർമേഷനോ കാര്യങ്ങളൊന്നും വന്നില്ലല്ലോ. ഇല്ല. പിന്നെ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് FA ആണ് വന്നേക്കുന്നത് അല്ലെ? FAക്കുള്ള കൺഫർമേഷനും പെർഫെക്റ്റ് ആണ്. 1, 2 പ്രകാരം മാർക്കറ്റ് പോകുന്ന മാത്രമേ ഇനി വാച്ച് ചെയ്യാനുള്ളൂ. ഇനി ജസ്റ്റ് ഇതിന്റെ താഴേക്ക് ഒന്ന് ക്ലോസിംഗ് വന്നു കഴിഞ്ഞാൽ താഴേക്ക് എത്ര വരെ പോകാനുണ്ട്? 690 വരെ പോകാനുണ്ട് അല്ലെ? മിനിമം 690. അത് എന്തുകൊണ്ടാണ് ഇന്നിപ്പോ നമ്മൾ 690 എടുത്തേക്കുന്നത്? ഫസ്റ്റ് ക്യാൻഡിലിന്റെ അൺഫിനിഷ്ഡ് ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യണത് അവിടെയാണ്. അത് കൂടാതെ അവിടെ ഒരു ബിഗ് ഓർഡർ ഇട്ട് വെച്ചേക്കണുണ്ടോ? ഒരു 1500 എത്ര ഉണ്ടല്ലേ കാണിക്കണത്? 1532. കണ്ടില്ലേ ഇത്? അല്ല, അവിടെ ഒരു ബൈ ഓർഡർ ഇട്ട് വെച്ചിരിക്കണില്ലേ 1500. അപ്പൊ നമ്മൾ ഇവിടം വരെ പ്രതീക്ഷിച്ചാൽ മതി ബ്രോ ഇന്നത്തെ ടാർഗറ്റ്. നമ്മള് ലോവർ പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്ന് ടാർഗറ്റ് ഫിനിഷ് ആവില്ല. കാരണം ഇവിടെ ബൈ ഓർഡർ കിടക്കുകയല്ലേ. മാർക്കറ്റ് ഡൗൺ സൈഡ് വരുമ്പോ ഈ ബൈ ഓർഡർ എക്സിക്യൂട്ട് ആവൂലേ? ഇപ്പൊ ഇത് എക്സിക്യൂട്ട് ആയി കിടക്കുന്നതാ. ഓക്കെ, അപ്പൊ ഇവരൊന്നും കൂടി ആക്റ്റീവ് ആവൂലേ? അപ്പൊ നമ്മൾ ഇവിടം വരെ നമ്മൾ ടാർഗറ്റ് ഇന്ന് വെക്കാൻ പാടുള്ളൂ. 1:2 അല്ല ഞാൻ നോക്കുന്നത്, നമ്മുടെ സാധാരണ. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് 691 ഒരു റൗണ്ട് ആയിട്ട് 690 വരെ ഒന്ന് പ്രതീക്ഷിച്ചാൽ മതി. മാനുവലായിട്ട് നമ്മൾ ട്രേഡിംഗിന്റെ ഇത് ക്ലോസ് ചെയ്താൽ പോരാ, അല്ലാതെ നമ്മൾ ടാർഗറ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്യാനാണ്. ടാർഗറ്റ് സെറ്റ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാം, കുഴപ്പമില്ല. ടാർഗറ്റ് സെറ്റ് ചെയ്യാനായിട്ട് എങ്ങനെയാണെന്നായിരിക്കും ടാർഗറ്റ് സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതല്ലേ? ഓക്കെ, 225 ടാർഗറ്റ് വെച്ചോ. 690 എത്തുമ്പോഴേക്കും ഇവര് 225 കടന്നിട്ടുണ്ടാവും. ടാർഗറ്റ് ഫിക്സ് ചെയ്യുമ്പോഴേ ഒരു കാര്യം, ഓപ്ഷനിലെ ഹൈ എടുത്ത് വെക്കല്ലേട്ടാ. ഓക്കെ, ഞാനത് ഇപ്പോഴും ശ്രദ്ധിച്ചത്. ഓപ്ഷന്റെ ഹൈ എടുത്തിട്ട് നമ്മൾ ടാർഗറ്റ് ആയിട്ട് വെച്ചിട്ട് ഇരിക്കരുത്. നമുക്ക് ഇവിടെ ഫ്യൂച്ചറിൽ എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തുമ്പോൾ നമ്മൾ ഓപ്ഷനിൽ ഇറങ്ങി കൊടുത്തോളണം എന്നുള്ളതാണ്. ഓക്കെ, ഇതിപ്പോ മറ്റേ ക്യാൻഡിലിന്റെ താഴേക്ക് ക്ലോസിംഗ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. 740 താഴേക്ക്. ഫ്യൂച്ചർ മൂവ് ചെയ്തിട്ടില്ല, ഓപ്ഷൻ മൂവ് ചെയ്ത് തുടങ്ങിയേക്കണോ? ആദ്യം ഓപ്ഷൻ മൂവ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഫ്യൂച്ചർ മൂവ് ചെയ്യുള്ളൂ. ശ്രദ്ധിച്ചോ? എന്തോ? അത് ഇതിനകത്തേക്ക് കർസർ ചെയ്യും. എത്ര മേളിൽ എത്ര കണ്ടിരുന്നത്? 42 പോയിന്റ്. 42 പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ മിനിമം എക്സ്പെക്ട് ചെയ്യുന്നതാണ് കേട്ടോ. ക്ലോസിംഗ് വന്നു കഴിഞ്ഞാൽ ഓക്കെ, പിന്നെ ഈ ട്രേഡ് പിന്നെ സക്സസ്. ഈ ഫ്യൂച്ചറിൽ ആ 700 എത്ര നിൽക്കുന്നത്? 735. 730 താഴേക്ക് ഒരു ക്ലോസിംഗ് കിട്ടിയാൽ മതി, പിന്നെ ഒന്നും കൊണ്ടും പേടിക്കാനില്ല.
പെർഫെക്റ്റ് ട്രേഡിന് വേണ്ടിയിട്ട് മാത്രം വെയിറ്റ് ചെയ്യുക. അത് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു 10, 40, 50 പോയിന്റ് നിഫ്റ്റിയിൽ മാറുക എന്ന് പറയുമ്പോൾ തന്നെ ആലോചിച്ച് നോക്ക്, എത്ര രൂപയാണ് നമുക്ക് ഒരു ദിവസം വരുന്നത്. ക്യാപിറ്റൽ ബേസ് ചെയ്തിട്ട് നോക്ക്. ഇപ്പൊ 65 ക്വാണ്ടിറ്റി ഉള്ള ഈ ഒരു സ്ട്രൈക്ക് ബ്രോ ഇപ്പൊ ഓപ്ഷനിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപ ക്യാപിറ്റൽ വേണ്ടി വരും? എൻട്രി എടുത്തത് 200 രൂപയ്ക്കല്ലേ? ഓൾമോസ്റ്റ് 200 ഇൻറ്റു 65 13,000 രൂപ വേണ്ടി വരും അല്ലേ? കിട്ടാൻ പോണ പ്രോഫിറ്റ് എത്രയാ? മാക്സിമം ഒരു 40 പോയിന്റ് കൂട്ടിക്കും. 10% എന്ന് പറഞ്ഞാൽ തന്നെ 1300 രൂപ ഉള്ളൂ. 20% ആയില്ലേ? ഒരു ട്രേഡിൽ നിന്ന് 20% ആണ് നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് കിട്ടുന്നത്. ഇതോ ഇപ്പൊ നോക്കിക്കോ, അത് ക്ലോസിംഗ് വരും. ഇപ്പൊ ഫ്യൂച്ചർ അനങ്ങിയിട്ടില്ല, ഓപ്ഷൻ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സാധനം ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഇവിടെ അങ്ങ് ഡെൽറ്റ പെട്ടെന്ന് മാറും. എന്തായാലും ഈ ട്രേഡ് ലൈവില് ഇരിക്കുന്നത് ഒന്ന് നീങ്ങട്ടെ, എന്നിട്ട് ക്ലാസ് വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടോ? നമുക്ക് അതും കൂടി സംസാരിച്ച് കഴിഞ്ഞിട്ട് ഇത് നോക്കാം. ശരി, ഇപ്പൊ തൽക്കാലത്തേക്ക് ഒന്നുമില്ല, അങ്ങനെ ഇത് ലൈവ് കണ്ടോണ്ടിരിക്കാം. ട്രേഡ് എടുക്കാനിട്ട് മുട്ടി നിൽക്കുകയാണോ? കുറച്ചും കൂടി കാര്യങ്ങള് പെർഫെക്റ്റ്. ഇത് ബ്രേക്ക് ആവുന്നുണ്ട്. ഫ്യൂച്ചർ ബ്രേക്ക് ആകുകയാണ്. കറക്റ്റ് 34 ഇപ്പൊ കണ്ടോ, 30 താഴെ ക്ലോസിംഗ് വന്നാൽ മതി. സ്ട്രൈക്ക് പോണ പോക്ക് കണ്ടോ ബ്രോ? ടാർഗറ്റ് 690 മിനിമം വെച്ചേക്കണേ. ഓർഡർ ഫ്ലോയും കൂടി കണ്ടോ എന്താ സംഭവിച്ചോണ്ടിരിക്കണെന്ന് അറിയാലോ. ഇതാ കണ്ടോ, നമ്മളവിടെ ഓൾറെഡി ടാർഗറ്റും കാര്യങ്ങളും നോക്കിയല്ലോ. അതിനിപ്പോ ഇവിടെ നോക്കിയാൽ മതിയല്ലോ, 690 ഇവിടെ കണ്ടാൽ മതിയല്ലോ. 225 ഞാൻ മിനിമം പറഞ്ഞതാ. എന്താണ്? 700 പോട്ടെ. 694 90 ഞാൻ പറഞ്ഞേക്കണേ. 90 എത്തട്ടെ. 90 എത്തി. ഓർഡർ ഫ്ലോ എടുത്തോ, നോക്കിക്കോ. അവിടെ എത്തിയപ്പോ 646 സെൽ ഓർഡർ പിന്നെ കാണണ്ടോ. ഇനി ഇവിടെ വന്നിട്ട് മാർക്കറ്റ് കുറച്ചേരം കൺസോൾട്ടേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അടുത്തൊരു ക്യാൻഡലും കൂടി താഴേക്ക് വീഴും. വെയിറ്റ്. ഇപ്പൊ അതെ ക്യൂമുലേറ്റീവ് ഡെൽറ്റ പോയേക്കണ കണ്ടോ? പോട്ടെ. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതും അതും ഒന്നും കൂടി ഒന്ന് കാണണ്ടേ ഒരുമിച്ച്? വേണ്ടേ ബ്രോ? ഇങ്ങനെ എടുത്ത് ഇവിടെ പോയി, എന്നിട്ട് മാനുവലി കണ്ടങ്ങ് ആസ്വദിക്ക്. എവിടെ 250.
550. ഇനി ഓർഡർ ഫ്ലോ എടുക്കുക. ഇനി ഓപ്ഷൻ എടുത്ത് നോക്കിയേ എത്രയായിന്ന്. 315. എത്ര പോയിന്റ് ആയി? 130 പോയിന്റ്. ഡെൽറ്റയും കുറയുന്നുണ്ടായിരുന്നു, കണ്ടിരുന്നോ?
ഇപ്പൊ നോക്ക്, ഈ 1900 എന്ന് പറയുന്നത് അത് ബ്രേക്ക് ഔട്ടിന് വേണ്ടി വന്നേക്കണ ഡെൽറ്റയാണ് ജീവൻ. അത് കഴിഞ്ഞിട്ട് 576. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 600 വന്നപ്പോഴേക്കും ഡെൽറ്റ കൂടി. അത് കഴിഞ്ഞിട്ട് 297 എന്ന് പറയുമ്പോൾ ഡെൽറ്റ കുറഞ്ഞു. ഇനി ഫ്ലക്ച്വേഷൻസ് വന്നോണ്ടിരിക്കുന്നു ഹെവി ആയിട്ട്. പറഞ്ഞു. ഞാൻ റെക്കോർഡിംഗ് ഞാൻ ഓഫ് ചെയ്യട്ടെ.